So good afternoon dear students. നമ്മുടെ സ്റ്റഡിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാനുള്ളായിരിക്കുന്നത് ഫ്ലൈപെത യൂണിവേഴ്സിറ്റിയിലാണ്. നമുക്ക് 2024 സെപ്റ്റംബറിലേക്ക് നമ്മൾ ത്രൂ വന്ന കുട്ടികളുടെ ഒരു ഇന്റർവ്യൂ പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്. ഇപ്പോൾ എൻ്റെ ഇവിടെ ഉള്ളത് ആൽഫനാണ്. ആൽഫൻ, വെൽക്കം ടു ഫ്ലൈപെത. സോ ആൽഫൻ ബേസിക് ആയിട്ടൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും ആൽഫനെ കുറിച്ച്. ആൽഫന് എന്ത് പ്രോഗ്രാമാണ് പഠിക്കുന്നത്, നാട്ടിൽ എവിടെയാണ്, എങ്ങനെയാണ് നമ്മൾ ത്രൂവിലേക്ക് വന്നത്? എൻ്റെ പേര് ആൽഫൻ. ഞാൻ ട്രിവാൻഡ്രം ബസ്കരയിൽ നിന്നാണ് വരുന്നത്. ഞാനിവിടെ പഠിക്കുന്നത് BSc മറൈൻ ട്രാൻസ്പോർട്ട് എഞ്ചിനീയറിംഗ് ആണ്. ഞാൻ ഈ ഏജൻസി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയത് എൻ്റെ ഫാദറിൻ്റെ ഫ്രണ്ട് വഴിയാണ്. അപ്പോൾ പുള്ളിയുടെ മകനും ഇവിടെ ഫ്ലൈപെയുടെ കല വിറ്റ്നസിലുണ്ട്. അപ്പം അതുകൊണ്ട് അങ്ങനെയാണ് ഞാനിപ്പോൾ ഇവരുമായിട്ട് ബന്ധപ്പെട്ട് ഞാനിവിടെ എത്തിച്ചത്. ഓക്കെ. അപ്പം ഈ പറയുന്ന നമ്മുടെ ഫാദറിന്റെ സുഹൃത്തിന്റെ മകൻ എനിക്കറിയാം, പേഴ്സണലി എനിക്ക് അറിയാവുന്ന കുട്ടികളാണ്. മകൻ മാത്രമല്ല, കസിൻസും ഒക്കെ പഠിക്കുന്നുണ്ട് ഇവിടെ. എല്ലാം നമ്മൾ ത്രൂവാണ് വന്നിട്ടുള്ളത്. അപ്പം ഈ പറയുന്ന പോലെ അവർ പറഞ്ഞിട്ടാണ് നമ്മളിലേക്ക് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകുന്നല്ലേ. അപ്പം നമുക്ക് ഈ വന്ന് നമ്മളുടെ അഡ്മിഷൻ പ്രോസസ്സ് തൊട്ട് ആൽഫൻ ഇവിടെ TRPT എത്തുന്നവരെയുള്ള മൊത്തം ഒരു പ്രോസസ്സിനെ ആൽഫൻ എങ്ങനെ വിലയിരുത്തുന്നു നമ്മുടെ ഒരു സർവീസ്? സർവീസ് എന്ന് പറയാൻ നാട്ടിലാണെങ്കിലും സപ്പോർട്ട് ഒരുപാടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഇന്റർവ്യൂ പ്രിപ്പറേഷൻ ആണെങ്കിലും ഒരുപാട് നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്തു. കുറേ ട്രയൽസ് തന്നു. അപ്പോൾ ഇവിടുത്തെ TRP ഇന്റർവ്യൂ കുറച്ച് ടഫായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിനുവേണ്ടി നല്ലോണം പ്രിപ്പയർ ചെയ്തു. ഓവറോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒന്നിനും വേണ്ടി മെനക്കെടേണ്ടി വന്നില്ല. എല്ലാം കറക്റ്റായിട്ട് അവർ തന്നെ ചെയ്ത് സപ്പോർട്ട് ചെയ്തു. എല്ലാ സ്റ്റേജിലും വേണ്ട ഗൈഡൻസും കാര്യങ്ങളും പ്രോപ്പറായിട്ട് ചെയ്തതാണ്. അത് ഞാനാണെങ്കിലും മാഡം ആണെങ്കിലും നമ്മുടെ കൗൺസിലേഴ്സ് ആണെങ്കിലും ഒക്കെ എപ്പോഴും നമ്മൾ ആ ഒരു കാര്യം മേക്ക് ഷുവർ ചെയ്യാറുണ്ട്. കാരണം ഒരു കുട്ടി വരുമ്പോൾ ആ കുട്ടി അല്ലെങ്കിൽ അവരുടെ പേരൻസിന് അത്രയും വലിയൊരു ഇൻവെസ്റ്റ്മെന്റ്, അത്രയും വലിയൊരു എന്താ പറയുക പ്രോസസ്സാണ് ഇതിനകത്തേക്ക് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഓരോ സ്റ്റേജിലും നമ്മൾ ഒരു മെറ്റിക്കുലസ് ആയിട്ട് അവർ നിങ്ങളെ ഗൈഡ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഒരു പ്രോപ്പർ ആ ഒരു ത്രെഡ് പിടിച്ച് നമുക്ക് ഫൈനൽ നമ്മളൊരു ഔട്ട്പുട്ടിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം. ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് വളരെ സാറ്റിസ്ഫൈഡ് ആണെന്നുള്ളത്. ഓവറോൾ വന്നിട്ടിപ്പോൾ ഒരു 1 മന്ത് ആകുന്നു. ഇല്ല, ഞാൻ വന്നിട്ട് ഇപ്പോൾ 2 വീക്സ് ആകുന്നുള്ളൂ. ഓവറോൾ എങ്ങനെയുണ്ട് ഒരു അറ്റ്മോസ്ഫിയർ, അതുപോലെ ആംബിയൻസ് ഫീൽ എങ്ങനെയുണ്ട്? എല്ലാം ഓക്കെയാണ്. അറ്റ്മോസ്ഫിയർ ഇപ്പം വിന്റർ സീസൺ ആയതുകൊണ്ട് അഡാപ്റ്റ് ചെയ്യാൻ ഇച്ചിരി ടൈം എടുക്കും. നല്ല തണുപ്പാണ് ഇപ്പോൾ ഇവിടെ. തണുപ്പാണ്. അതുപോലെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഒക്കെ എങ്ങനെയുണ്ട്? ഓക്കെയാണ്. ഫുഡ് ആൻഡ് അക്കോമഡേഷൻ പ്രശ്നമൊന്നുമില്ല. അത് നമ്മൾ ഗ്രൂപ്പായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഞാനും എൻ്റെ റൂംമേറ്റും കൂടി ചേർന്നാണ് ഇവിടെ ഫുഡ് ഉണ്ടാക്കുന്നത്. പിന്നെ ഇന്ത്യൻ ഫുഡിന് വലിയ കുഴപ്പമില്ല. അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. അതുകൊണ്ട് അതിന് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. വീട്ടിലെല്ലാവരും ഹാപ്പിയാണോ? ഹാപ്പിയാണ്. എന്നും വിളിക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഹോം സിക്നെസ് ഒക്കെ തോന്നാറുണ്ടോ? അത് വന്ന ഒരാഴ്ച ഉണ്ടായിരുന്നു. ഇപ്പോൾ അഡാപ്റ്റായി വരുന്നു. ഓക്കെ. അപ്പം ആൽഫൻ, വിഷിംഗ് യു ഓൾ ദി ബെസ്റ്റ്. അപ്പം നല്ല രീതിയിൽ പഠിക്കുക. എന്താണ് ഫ്യൂച്ചർ കരിയർ പ്ലാൻ? എന്താണ്? ബാച്ചിലേഴ്സ് കഴിഞ്ഞ് മാസ്റ്റേഴ്സ് ചെയ്യാനാണോ? അപ്പം മാസ്റ്റേഴ്സിനായിട്ടുള്ള ഒരു പ്ലാൻ ഇല്ല. ഡയറക്റ്റ് എംപ്ലോയ്മെന്റിലാണ്. കാരണം ഇത് നമുക്കൊരു ഈ പറയുന്ന പോലെ നമ്മുടെ ബിൽഡിംഗ് അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈലി എന്താ പറയുക എംപ്ലോയബിൾ ആയിട്ടുള്ള ഒരു ഫീൽഡ്. ഫ്ലൈപെത എന്ന് പറഞ്ഞാൽ പുറത്ത് സിറ്റിയാണ് അല്ലേ. നമ്മുടെ യൂണിവേഴ്സിറ്റിക്ക് അത്രയും കണക്ഷൻസ് ടൈപ്സ് എറാസ്മസ് സ്കോളർഷിപ്പിനെ കുറിച്ചൊക്കെ ട്രൈ ചെയ്യുക. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു തന്നിട്ടില്ല, അറിയാമല്ലോ. അപ്പോൾ അതൊക്കെ മാക്സിമം ട്രൈ ചെയ്യുക. വേറെ രാജ്യങ്ങളിലേക്ക് പോകുക. നിങ്ങൾക്ക് ഒരുപാട് പാർട്ട്നേഴ്സും ടൈപ്സും ഉള്ളതാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ കിട്ടി ഒരുപാട് കാര്യങ്ങൾ ബെനിഫിറ്റ് ആക്കുക കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. ഹാവ് എ നൈസ് ഡേ.